ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണാൻ കഴിയുന്ന അങ്ങനെ നമ്മുടെ ഇഷിത നമ്മുടെ വിക്രത്തിൻ്റെ ഡ്രസ്സ് ചെയ്യുന്നുണ്ട്, മുറിയൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് മരുന്നൊക്കെ പുരട്ടി കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദം എല്ലാം ആരും കാണാതെ വിക്രത്തിനെ കാണാൻ വരുന്നുണ്ട്. എന്നിട്ട് വിക്രത്തിൻ്റെ അടുത്ത് പോയി ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് വിക്രം ചോദിക്കുന്നുണ്ട്, നീ ദീപ്തിയോട് സംസാരിച്ചോ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ വേദ പറയേണ്ട സംസാരിച്ചു, നീ ആ കുട്ടിയോട് പറഞ്ഞ് മനസ്സിലാക്കണം, ഞാനല്ല ഈ കുറ്റം ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം, അവൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ട്, അതൊക്കെ നീ മാറ്റിയെടുക്കണം എന്നൊക്കെ പറയേണ്ട. ആ സമയത്ത് നമ്മുടെ വേദ പറയേണ്ട, അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം, ഇപ്പോൾ വിക്രം റെസ്റ്റ് എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വേദോട് വിക്രം പറയും, എനിക്കൊരു കാര്യം കൂടിയും പറയാനുണ്ട്. മരിക്കണ ദിവസം രാവിലെ എന്നോട് വരുൺ ഒരു മെസ്സേജ് അയച്ചിരുന്നു, ഏട്ടാ നിങ്ങളെ എനിക്ക് ഇന്ന് അത്യാവശ്യമായിട്ട് കാണണം, എനിക്ക് ഈ പൊളിറ്റിക്സൊക്കെ മതിയായി, എനിക്ക് ഈ രാഷ്ട്രീയ ജീവിതം പറ്റ മതിയായിരുന്നു, എവിടെ വെച്ചിട്ടാ കാണേണ്ടത് ഏട്ടൻ പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായാലും ബീച്ചിൽ വെച്ച് കാണാമെന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും ബീച്ചിൽ പോയി കണ്ടു. അപ്പോൾ വരുൺ പറഞ്ഞു, എനിക്ക് ഇനി ദീപ്തിയായിട്ട് സുഖമായിട്ടുള്ള ജീവിതം മതി, എനിക്ക് ഈ രാഷ്ട്രീയ ജീവിതമൊക്കെ മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് വല്ലാതെ വിഷമിച്ച് കരഞ്ഞു. അപ്പോൾ ഞാൻ അവനെ സമാധാനിപ്പിച്ചിട്ട്, നീ സമാധാനിക്ക്, എന്തായാലും ഞാൻ ഈ കല്യാണം നടത്തി തരാമെന്നൊക്കെ പറഞ്ഞ് സമാധാനിച്ച് വിട്ടതാണ്. എന്നിട്ട് എന്താ പറ്റിയെന്ന് അറിയില്ല, അവൻ ആരെ കൊന്നത്, എനിക്ക് എന്തായാലും ഇതിലെ സത്യാവസ്ഥ അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട് ദീപ്തി പറഞ്ഞിട്ട് എന്തായാലും ഞാൻ എല്ലാം കണ്ടെത്തി തരാം, വിക്രം ഒന്ന് ഒതുങ്ങിപ്പിടി ഇരുന്നാൽ മതി, എല്ലാറ്റിനും ഞാൻ ഉണ്ട് വിക്രത്തിൻ്റെ കൂടെ എന്ന് പറയുന്നുണ്ട്. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലുള്ള പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.